ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണുന്ന ഒട്ടുമിക്ക ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും സർക്യൂട്ടുകളിലൊക്കെ വളരെയധികം ഉപയോഗിച്ച് വരുന്ന ഒരു ഡയോഡാണ് സെനർ ഡയോഡ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. റിവേഴ്സ് ബയസ് സേഫായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയോഡും സെനർ ഡയോഡ് തന്നെയാണ്. അപ്പോൾ ഈ സെനർ ഡയോഡിൻ്റെ ഉപയോഗം, പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് റെഫറൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്ററിനകത്തും സ്റ്റെബിലൈസറിനകത്തും SMPSനകത്തും ചാർജറിനകത്തൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഇന്ന് വിപണിയിൽ ലഭ്യമായിട്ടുള്ള സെനർ ഡയോഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ കാണും. ആ വാല്യൂവിൽ മാത്രമേ നമുക്ക് ലഭ്യമാകത്തുള്ളൂ. അതിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സെനർ ഡയോഡ് ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ട് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ്. നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 5.1 വോൾട്ടേജ് സെനർ ഡയോഡ്, അതിനുശേഷം അടുത്ത റേഞ്ച് എന്ന് പറയുന്നത് 5.6 വോൾട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു 5.3 വോൾട്ടേജ് സെനർ ഡയോഡ് സാധാരണഗതിയിൽ വിപണിയിൽ ലഭ്യമല്ല. സ്പെഷ്യലായിട്ടുള്ള കേസിലൊക്കെ ചില സെമി കണ്ടക്ടർ മാനുഫാക്ചറൊക്കെ അങ്ങനെയുള്ള സെനർ ഡയോഡ് ഉണ്ടാക്കും. പക്ഷേ എങ്കിലും നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡിൽ അത് അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ 5.3 വോൾട്ട് എന്ന് പറയുന്നത് റെസിസ്റ്റർ ഉപയോഗിച്ച് വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് വഴി നിർമ്മിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ലൈനിൽ വരുന്ന ചേഞ്ച് അനുസരിച്ച് നമുക്ക് ഈ വോൾട്ടേജ് ഡിവൈഡറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് മാറും. ടെമ്പറേച്ചർ ചേഞ്ച് അനുസരിച്ചും വോൾട്ടേജ് ചേഞ്ച് ചെയ്യും. അപ്പം നമുക്കൊരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് അവിടെ കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ഉണ്ട്. അതാണ് പ്രോഗ്രാമബിൾ സെനർ ഡയോഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വോൾട്ടേജ് റേഞ്ച് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേരും കൂടെ അറിയപ്പെടാറുണ്ട്, പ്രോഗ്രാമബിൾ ഷണ്ട് റെഗുലേറ്റർ. അപ്പോൾ ഈ ഒരു 3 പിൻ IC യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് റേഞ്ചിലുള്ള സെനർ ഡയോഡ് നിർമ്മിച്ചെടുക്കാൻ പറ്റും. ഏത് റേഞ്ച് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് 2.5 വോൾട്ട് തുടങ്ങി 36 വോൾട്ട് റേഞ്ചിലുള്ള അതിനിടയ്ക്കുള്ള ഏത് വാല്യൂ വേണമെങ്കിലും വളരെ പ്രിസൈസ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു അഡ്ജസ്റ്റബിൾ റെഗുലേറ്റർ ഉപയോഗിച്ച് നമുക്ക് കറക്റ്റായിട്ട് വോൾട്ടേജ് റെഫറൻസ് ലഭ്യമാകും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ KA431 എന്ന് പറയുന്ന പ്രോഗ്രാമബിൾ സെനർ ഡയോഡിനെ പറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ സിമ്പൽ ഇങ്ങനെയാണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്സ്റ്റേണലായിട്ട് 2 റെസിസ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് വോൾട്ടേജുള്ള സെനർ ഡയോഡായിട്ടും നമുക്ക് ഈ പറയുന്ന ICയെ മാറ്റിയെടുക്കാം. ഇപ്പോൾ എനിക്ക് 5.3 വോൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള റെസിസ്റ്റർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതൊരു 5.3യുടെ സെനർ ഡയോഡായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമബിൾ സെനർ ഡയോഡ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സെനർ ഡയോഡിന് ഒരു പകരക്കാരനായിട്ട് യൂസ് ചെയ്യാം. തീർച്ചയായിട്ടും ഏത് വോൾട്ടേജ് റേഞ്ച് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രാക്ടിക്കൽ സെക്ഷനിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നേരെ നമുക്ക് പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളെ ഇലക്ട്രോണിക്സ് ഹോബിയിസ്റ്റുകൾക്ക് വളരെയധികം സുപരിചിതമായിട്ടുള്ളൊരു കമ്പോണൻ്റാണ് സെനർ ഡയോഡ്. വോൾട്ടേജ് റെഗുലേറ്ററുകൾ, സ്റ്റെബിലൈസർ, കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ്, വോൾട്ടേജ് റെഫറൻസായിട്ട് ഉപയോഗിക്കുന്ന സർക്യൂട്ടുകൾ, ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം, ബാറ്ററി ചാർജർ എന്നുവേണ്ട സകലമാന ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലും ഇന്ന് കണ്ടുവരുന്ന ഒരു ഡിവൈസാണ് സെനർ ഡയോഡ്. പക്ഷേ ഈ സെനർ ഡയോഡിന് ഒരു കുഴപ്പമുണ്ട്. നമുക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് മാത്രമേ ആ സെനർ ഡയോഡിൽ നിന്ന് ലഭ്യമാകത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ ഈ സർക്യൂട്ടിൽ കാണുന്നത് 5.1 വോൾട്ടിൻ്റെ സെനർ ഡയോഡാണ്. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് 5.1 വോൾട്ട് മാത്രമേ തരത്തുള്ളൂ. നമുക്കത് 5.5 ആക്കണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ എനിക്കൊരു പർട്ടിക്കുലർ വാല്യൂലുള്ള ഒരു സെനർ ഡയോഡ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് പ്രോഗ്രാമബിൾ ഷണ്ട് റെഗുലേറ്റർ എന്ന് പറയുന്ന ഈ ഒരു IC. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ IC ആണ്. അപ്പോൾ ഈ ICയുടെ പേരാണ് KA431 എന്ന് പറയുന്നത്. ഇത് പല മാനുഫാക്ചർ പല പേരിൽ നിർമ്മിക്കാറുണ്ട്. TL431, LM431. അപ്പോൾ ഇതെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പിൻ ഡയഗ്രം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ICയുടെ ഒന്നാമത്തെ പിന്നാണ് റെഫറൻസ്. ഇവിടെയാണ് നമ്മൾ റെസിസ്റ്റർ യൂസ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള വോൾട്ടേജ് റെഫറൻസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏത് വോൾട്ടേജ് സെനർ ഡയോഡ് വേണമെന്നുള്ളത് ആ റെസിസ്റ്ററിൻ്റെ കോമ്പിനേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി ഈ ICയുടെ രണ്ടാമത്തെ പിൻ ആനോഡും മൂന്നാമത്തെ പിൻ കാഥോഡുമാണ്. അപ്പോൾ ആനോഡും കാഥോഡും നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പവർ സപ്ലൈ കണക്ട് ചെയ്യേണ്ടത്. നമ്മുടെ സെനർ ഡയോഡ് എങ്ങനെയാണോ റിവേഴ്സ് ബയസിൽ കണക്ട് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്.
അപ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ റെസിസ്റ്ററിൻ്റെ കോമ്പിനേഷനൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഏത് സെനർ ഡയോഡാണോ ഉദ്ദേശിച്ചത് ആ സെനർ ഡയോഡിൻ്റെ വോൾട്ടേജ് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വ്യക്തമാക്കി പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഒരു ഡാറ്റ ഷീറ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ അതിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇത് ജനറലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് റെഫറൻസിന് വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം 36 വോൾട്ട് വരെയുള്ള റേഞ്ചിൽ നമുക്കത് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇതിൻ്റെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി എന്നുള്ളത് 1 to 100 മില്ലി ആംപിയർ വരെയാണ്. പിന്നെ ഫാസ്റ്റ് റെസ്പോൺസ് ഉണ്ട്. അപ്പോൾ ഒത്തിരി ഫീച്ചേഴ്സുള്ള നല്ലൊരു 3 ടെർമിനൽ IC തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ പിൻ ഡയഗ്രവും കാര്യങ്ങളെല്ലാം നമ്മുടെ ഡാറ്റ ഷീറ്റിൽ ലഭ്യമാകും. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള സഫിക്സും പ്രിഫിക്സും അതിൻ്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതെല്ലാം ഡാറ്റ ഷീറ്റിലുണ്ട്. അപ്പോൾ ഈ ഡാറ്റ ഷീറ്റിൻ്റെ ഒരു കോപ്പി കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്യാം. കാരണം ഒരു കമ്പോണൻറ്റിനെ പറ്റി പഠിക്കുമ്പം അത് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാൻ ഏറ്റവും നല്ലൊരു ഡോക്യുമെൻ്റ് തന്നെയാണ് നമ്മുടെ ഈ ഡാറ്റ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ യാതൊരു കാരണവശാലും പിൻ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിൻ നമ്പർ മാറിപ്പോയാൽ പെട്ടെന്ന് തന്നെ IC ബേൺ ഔട്ട് ആവും. അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഡയഗ്രം സിമ്പലും എല്ലാം ഇവിടെ തന്നെ നമ്മുടെ ഡാറ്റ ഷീറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റെഫറൻസ് ആണ് നമുക്ക് വേണ്ട വോൾട്ടേജ് സെറ്റ് ചെയ്യാൻ വേണ്ടി റെസിസ്റ്ററൊക്കെ ഇട്ട് പ്രോഗ്രാം ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കണക്ഷൻ നമുക്ക് കൊടുത്തു നോക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡാറ്റ ഷീറ്റിൽ ടിപ്പിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജുണ്ട്. അതിൽ വിവിധ തരത്തിലുള്ള കോൺഫിഗറേഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലെ ഫസ്റ്റ് സർക്യൂട്ടാണ് ഷണ്ട് റെഗുലേറ്റർ എന്ന് പറഞ്ഞത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള സർക്യൂട്ടാണ്. എങ്ങനെ നമുക്ക് ഒരു സെനർ ഡയോഡ് ഇതിൽ കൂടെ കോൺഫിഗർ ചെയ്യാന്നുള്ളതാണ് അത് കാണിച്ചു തരുന്നത്. പിന്നെ നമ്മൾ സെക്കൻഡ് ഡയഗ്രത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ 7H സീരീസിൽ പെട്ട വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ വോൾട്ടേജ് എങ്ങനെ മാറ്റാം അതിന് ഉപയോഗമാകുന്ന ഒരു സർക്യൂട്ടാണ് ഈ സെക്കൻഡ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ തേർഡ് ഡയഗ്രം വരുന്നത് എങ്ങനെ ഒരു ഹൈ കറണ്ട് ഷണ്ട് റെഗുലേറ്റർ ഇപ്പോൾ 2-3 ആംപിയർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് പോസിബിൾ ആവുമെന്നുള്ളതാണ് ഈ മൂന്നാമത്തെ ഡയഗ്രം സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ഒന്നാമത്തെ സർക്യൂട്ട് ആദ്യം ഒന്ന് കൺസിഡർ ചെയ്യാം. അതായത് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള സെനർ ഡയോഡ് നിർമ്മിച്ചെടുക്കാം. അതാണ് ഈ ഒന്നാമത്തെ സർക്യൂട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആവശ്യമുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് വേണ്ടത് നമുക്കൊരു 100 ഓംസിൻ്റെ ഒരു 0.5 വാട്ടിൻ്റെ റെസിസ്റ്റർ. പിന്നെ നമുക്ക് വേണ്ടത് 2.2 Kയുടെ റെസിസ്റ്റർ. പിന്നെ നമുക്ക് വോൾട്ടേജ് കൃത്യമായിട്ട് റെഫറൻസ് സെറ്റ് ചെയ്യണമല്ലോ. അതിന് വേണ്ടി ഒരു 10 Kയുടെ പൊട്ടൻഷ്യോമീറ്റർ വേണം. പിന്നെ നമ്മുടെ KA431 IC. പിന്നെ വോൾട്ടേജ് സ്പൈക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്മൂത്ത് ചെയ്യാൻ വേണ്ടി നമ്മളൊരു 47 മൈക്രോഫാരഡ് 16 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്ററും കൂടെ ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വേരിയബിൾ പവർ സപ്ലൈ ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടി കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. ഇനി നമുക്ക് സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക് വരാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സീരീസ് റെസിസ്റ്റർ 100 ഓം ഹാഫ് വാട്ടിൻ്റെ റെസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കമ്പോണൻ്റാണ് നമ്മുടെ പൊട്ടൻഷ്യോമീറ്റർ. ഇപ്പോൾ പൊട്ടൻഷ്യോമീറ്ററിൽ കോമൺ എന്ന് പറയുന്ന പോയിൻറ്റ് കൃത്യം നടുക്കത്തെ പോയിൻറ്റും ലെഫ്റ്റോ റൈറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിൻറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ കോമൺ നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം അടുത്ത പോയിൻറ്റ് നമ്മുടെ ഈ പറയുന്ന പ്രോഗ്രാമബിൾ IC ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കണക്ഷൻസിന് ശേഷം ഔട്ട്പുട്ടിൽ കപ്പാസിറ്റർ വരുന്നുണ്ട്. പിന്നെ ആനോഡും കാഥോഡും റിവേഴ്സ് ബയസിലാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ കണക്ഷൻസ് എല്ലാം കൊടുക്കുക. ഇവിടെ ഞാൻ ഈ R2 എന്ന് പറയുന്ന റെസിസ്റ്റർ ഇപ്പം ഞാൻ കൊടുക്കുന്നില്ല. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ ഇത്രയും കണക്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് സപ്ലൈയുടെ പോസിറ്റീവ് നെഗറ്റീവും കൊടുക്കുക. അതിനുശേഷം സ്വിച്ച് ഓൺ ചെയ്യുക. ഇപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴേക്കും നമ്മൾ കൊടുത്തേക്കുന്ന വോൾട്ടേജ് ഒരു 12 വോൾട്ടാണ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 2.5 വോൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത സർക്യൂട്ട് കറക്റ്റാണ്. ഇപ്പോൾ പ്രത്യേകം ഡാറ്റ ഷീറ്റ് പറയുന്നുണ്ട് റഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് 2.5 ആണ് R2 കൊടുക്കാത്തപ്പോൾ. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ട് 2.5 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ റെസിസ്റ്റർ കൂടി ആഡ് ചെയ്യാം. അപ്പോഴാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആ ഒരു ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുന്നത് 2.2 Kയുടെ റെസിസ്റ്ററാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആ റെസിസ്റ്റർ ആഡ് ചെയ്യുമ്പോൾ തന്നെ വോൾട്ടേജ് പെട്ടെന്ന് റൈസ് ചെയ്ത് 6.9 എത്തിയേക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഓക്കെയാണ് നമ്മുടെ സർക്യൂട്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ പ്രിസൈസ് ആയിട്ട് നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് നമ്മുടെ ആ ഒരു വേരിയബിൾ റെസിസ്റ്റർ അല്ലെങ്കിൽ ആ പ്രീസെറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനത് വലത്തേക്ക് തിരിക്കുന്നതനുസരിച്ച് വോൾട്ടേജ് കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടോ. 6.2, 6.1, 6, 5.9 അങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് വേണ്ടത് 5.5 വോൾട്ടിൻ്റെ സെനർ ഡയോഡാണ്. അപ്പോൾ അതാണ് നമ്മൾ സിമുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ആ 5.5 എത്തുമ്പോൾ ജസ്റ്റ് കൈവിടുക. കൃത്യം ഇപ്പോൾ ഇത് 5.5 വോൾട്ടിൻ്റെ സെനർ ഡയോഡായിട്ട് വർക്കായി. ഇനി എന്തൊക്കെ ചേഞ്ചസ് നമ്മൾ ഇൻപുട്ടിൽ വരുത്തിയാലും നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കൃത്യം 5.5 തന്നെ അവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്നാമത്തെ സർക്യൂട്ട് വളരെ സക്സസ്ഫുള്ളായിട്ട് ബിൽഡ് ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് നമുക്ക് എങ്ങനെ ഒരു 7H സീരീസിലുള്ള ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ചെയ്യുന്നത്. അതായത് 7H09 എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു 9 വോൾട്ട് നൽകുന്ന ഒരു റെഗുലേറ്റർ IC ആണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും 9 വോൾട്ട് ആയിരിക്കും, ചേഞ്ചസ് ഒന്നും ഇല്ലാതെ നമുക്കറിയാം.
പക്ഷേ ഞാനിവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഈ 9 വോൾട്ടിൻ്റെ റെഗുലേറ്ററിനെ എങ്ങനെ നമുക്ക് 10 വോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ പൊതുവേ ഇത് നമുക്ക് ഫിക്സഡ് വോൾട്ടേജ് റെഗുലേറ്ററാണ്, നമുക്ക് മാറ്റാൻ പറ്റത്തില്ല എന്ന് പറയാം. പക്ഷേ നമുക്ക് ഈ ഒരു സർക്യൂട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് ഇഷ്ടമുള്ള വോൾട്ടേജ് റേഞ്ചിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ 9 വോൾട്ടിനെ കൃത്യമായിട്ട് ആ ഒരു സർക്യൂട്ട് യൂസ് ചെയ്ത് 10 വോൾട്ടിൻ്റെ റെഗുലേറ്ററാക്കി മാറ്റുവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 7810 എന്ന് പറയുന്ന ഒരു IC നമുക്ക് ലഭ്യമല്ല. പക്ഷേ നമ്മൾ ഈ ഒരു സർക്യൂട്ട് യൂസ് ചെയ്ത് 7809 എന്ന് പറയുന്ന ICനെ നമ്മൾ 7810ക്ക് തുല്യമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റിയെടുത്തു. അപ്പോൾ ഇത് കൃത്യമായിട്ട് വളരെ പ്രിസൈസായിട്ട് ട്യൂൺ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച വോൾട്ടേജ് അവിടെ സ്റ്റഡി ആയിട്ട് തന്നെ കിട്ടും. അത് 100% ഉറപ്പാണ്. ഇൻപുട്ടിൽ എന്തൊക്കെ വേരിയേഷൻ ഞാൻ ഇവിടെ വരുത്തി നോക്കി, പക്ഷേ ഔട്ട്പുട്ട് കൃത്യം 10 വോൾട്ടേജ് തന്നെ നിൽക്കുവാണ്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടും നമ്മൾ ഓക്കെ ആക്കി നോക്കി. ഇനി അടുത്തൊരു ആപ്ലിക്കേഷനാണ് ഹൈ കറണ്ട് ഷണ്ട് റെഗുലേറ്റർ. അപ്പോൾ ഇതേ രീതി നമ്മൾ പവർ ട്രാൻസിസ്റ്ററും കൂടെ ഈ സർക്യൂട്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഉള്ള വോൾട്ടേജ് സോഴ്സ് അവിടെ ലഭ്യമാകും. ഇനി നമുക്ക് ഏവർക്കും ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു സർക്യൂട്ട് പറയാം, ബാറ്ററി ചാർജർ സർക്യൂട്ട്. അപ്പോൾ എങ്ങനെ സിമ്പിളായിട്ട് ഇതേ രീതിയിലുള്ള ബാറ്ററികൾ നമ്മൾ ഈ പറയുന്ന IC ഉപയോഗിച്ച് ചാർജ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ബാറ്ററി ചാർജർ സർക്യൂട്ട്. ഇതിപ്പോൾ ഒരു 3.7 വോൾട്ടിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സിമ്പിളായിട്ടുള്ള സർക്യൂട്ടാണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ കണക്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സർക്യൂട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ റെഡ് LED ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബാറ്ററി നിലവിൽ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴാണോ നമ്മുടെ ബാറ്ററി ഫുൾ ചാർജ് ആവുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രീൻ കത്തും. അപ്പോൾ നമ്മുടെ ഈ സർക്യൂട്ട് ഡിസ്കണക്റ്റ് ആവും. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ബ്രെഡ് ബോർഡിൽ നമ്മുടെ സർക്യൂട്ട് ഡയഗ്രം പ്രകാരം എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ടും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സർക്യൂട്ടെല്ലാം സെറ്റായി. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മോസ്ഫെറ്റ് IRF 540 എന്ന് പറയുന്ന മോസ്ഫെറ്റ് ആണ്. ഇനി ഞാൻ ജസ്റ്റ് നമ്മുടെ ബാറ്ററിയുടെ വോൾട്ടേജ് ഒന്ന് നോക്കുവാണ്. ഇപ്പോൾ ഡിസ്ചാർജ് ആയിട്ട് ഇരിക്കുവാണ്, 2.75 വോൾട്ടേ കാണിക്കുന്നുള്ളൂ. ഇനി ഞാൻ ബാറ്ററി കണക്ട് ചെയ്തിട്ട് ചാർജിങ്ങിൽ ഇടുവാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഇതിലൊന്ന് ഓടിച്ചു വിടുവാണ്. അപ്പോൾ പർട്ടിക്കുലർ വോൾട്ടേജിന് ശേഷം ബാറ്ററി ഫുൾ ചാർജ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്വിച്ച് ചെയ്ത് ഗ്രീനായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ബാറ്ററി ചാർജർ നിർമ്മിക്കാം. അപ്പോൾ ഇതിപ്പം ഫുൾ ചാർജ് ആയിട്ടുണ്ട്, 3.9 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സർക്യൂട്ട് തന്നെ നമ്മൾ റെസിസ്റ്ററിൻ്റെ വാല്യൂ ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് 12 വോൾട്ടിൻ്റെ ബാറ്ററിയും വളരെ അനായാസം ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമബിൾ സെനർ ഡയോഡിനെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ സെനർ ഡയോഡിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെയധികം ആൾക്കാർ കണ്ട നല്ല രീതിയിലുള്ള കമൻറ്റുകൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ട് ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇതുപോലുള്ള പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് ആദ്യം എത്താനായിട്ട് തീർച്ചയായിട്ടും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.